ഈ കാണുന്ന പോലെ തലപൊക്കി വണ്ടി ഓടിക്കുന്നവരാണോ നിങ്ങൾ? കൂടുതൽ ഇത് കാണുന്നത് ലേഡീസിലാണ്. ആരെയും കുറ്റം പറയുന്നതല്ല. ഇതെങ്ങനെ മാറ്റിയെടുക്കാം അത് നമുക്കൊന്ന് നോക്കാം. ഇത് മെയിൻ ആയിട്ടുള്ള കുഴപ്പം ഫ്രണ്ട് കാൽക്കുലേഷൻ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. എങ്ങനെ നമുക്ക് ഫ്രണ്ട് കാൽക്കുലേഷൻ അല്ലെങ്കിൽ ബോണറ്റ് എത്ര ഉണ്ടെന്ന് പഠിക്കാം. ബോണറ്റിന്റെ അളവ് അറിയാത്തതാണ് ഇതിനകത്ത് പ്രധാനം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അതായത് ബോണറ്റ് എത്ര നീളമുണ്ട് അല്ലെങ്കിൽ ഫ്രണ്ടിലെ വണ്ടിയായിട്ട് പോകുന്ന കാൽക്കുലേഷൻ അറിയാൻ പറ്റുന്നില്ല. ഇത് നമുക്കിന്ന് എങ്ങനെ സിമ്പിളായിട്ട് ഇത് മാറ്റിയെടുക്കാം അത് നമുക്കൊന്ന് നോക്കിയാലോ. ഇത് കണ്ടോ, വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങോട്ട് വളച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ വണ്ടി പോകാൻ പറ്റുന്നുണ്ടെന്നൊരു ഡൗട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. മുന്നിൽ ഒരാൾ നിൽക്കുന്ന ടൈമിന് നമ്മുടെ അയാളെ പകുതിയാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ വണ്ടിയാണ് നിൽക്കണമെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡ് മാത്രം കാണുന്ന അളവിൽ നിർത്തുമ്പോഴാണ് നമുക്ക് മെയിനായിട്ട് തല വെക്കേണ്ട രീതികൾ വരുന്നത്. അത് തന്നെ നമ്മളൊരാളാണെങ്കിൽ അയാളുടെ കാലുൾപ്പെടെ കാണുന്ന ദൂരത്ത് വെച്ച് തന്നെ നിർത്തുക. നമ്മളുടെ കാലുൾപ്പെടെ കാണുന്ന ഡിസ്റ്റൻസിൽ നിർത്തുമ്പോഴുള്ള ഗുണം നമുക്കൊരിക്കലും ഈ വണ്ടി ഇടിക്കാവുന്ന ചാൻസുകൾ കുറയും. ഇതുപോലെ ഡിസ്റ്റൻസ് ഇട്ടാനുള്ള ഗുണം, അതായത് നിങ്ങളൊരു കയറ്റത്തിലാണെങ്കിൽ നിങ്ങൾ അടുത്ത് കൊണ്ടു നിർത്തി ഈ വണ്ടി ഇറങ്ങി പോരുന്ന സമയത്ത് നമ്മുടെ വണ്ടിയെ തട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ഇടുക, സേഫ് ആകുക, വണ്ടി ഓടിക്കുക.